NCP നേതാവ് തോമസ് കെ തോമസിനെതിരെ വിമർശനവുമായി CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്ത് വന്നു. NCPയിലെ തർക്കം കുട്ടനാട് വികസനത്തെ ബാധിക്കുന്നുണ്ട്. തോമസ് കെ തോമസ് തർക്കം നിർത്തി വികസനത്തിൽ ശ്രദ്ധിക്കണമെന്നും ആർ നാസർ ഉപദേശിച്ചു. അത് അവരുടെ എല്ലാ തർക്കവും പറ്റിയാലും തീർന്ന് വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് പറയാനുണ്ട്, ഇപ്പം നമ്മൾ NCPക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്, അവർ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി മൂക്കട്ടെ, നല്ലപോലെ മൂക്കട്ടെ, അല്ല ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. അവർ പരിഹരിച്ച് മര്യാദയ്ക്ക് പോകാൻ വേണ്ടിയല്ല, ഒരു സീറ്റ് നമ്മൾ കൊടുത്ത് അവിടെ നമ്മൾ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതനുസരിച്ച് ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ശരിയായ രൂപത്തിൽ നടത്തി മുന്നോട്ട് പോകുക എന്നുള്ള സമയം സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അവിടെ 5-6 പേരേ ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ആയിട്ട് നടക്കുകയാണ്. അതൊക്കെ അവസാനിപ്പിച്ച് അവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കട്ടെ. വികസനമുണ്ട്, വികസനം നല്ലപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലയിൽ വികസനം നടക്കുന്ന മണ്ഡലം അതാണ്, അവിടെയാണ്. പക്ഷെ അതിനെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് മര്യാദ രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വികസനമുണ്ട്, കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട എത്ര കോടികളുടെ വികസനമല്ലേ, അതിനെ സമയബന്ധമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകുന്നില്ല എന്നുള്ള കുറവാണ് അവിടെ ഉള്ളത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മൊഹിബാൽ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ മനീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ NCPയിൽ നേരത്തെ മന്ത്രി മാറ്റ ചർച്ചയായിരുന്നു വലിയ വിവാദമെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ പ്രശ്നം അത് സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ച ഒഴിവിലേക്കുള്ള ഒരു തർക്കം, ആരാ സ്ഥാനത്തേക്ക് വരുമെന്ന രീതിയിലുള്ള തർക്കമാണ്. അങ്ങനെ ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പാർട്ടി NCPയിലെ തർക്കം മൂക്കുമ്പോഴാണ് അതിന്റെ ഒരു MLA ഉള്ള മണ്ഡലത്തിന്റെ അതേ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി CPMന്റെ ജില്ലാ സെക്രട്ടറി അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. നേരത്തെ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം തോമസ് കെ തോമസിനെതിരെ ഉണ്ടായിരുന്നു. കുട്ടനാട് നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന CPMന്റെ 2 ഏരിയ കമ്മിറ്റിയാണുള്ളത്, തകഴി ഏരിയ കമ്മിറ്റി, കുട്ടനാട് ഏരിയ കമ്മിറ്റി. ഈ 2 ഏരിയ കമ്മിറ്റികൾ അവരുടെ ഏരിയ സമ്മേളനത്തിൽ പോലും തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനം, അതായത് മണ്ഡലത്തിൽ ഒരു പ്രവർത്തനങ്ങളിലോ ഒരു കാര്യങ്ങളിലോ MLA ഇല്ല, എപ്പോഴും എറണാകുളത്താണ് തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നു. ജില്ലാ സമ്മേളനത്തിന് വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നത്, അദ്ദേഹം പരിഹാസത്തോടെ പറയുന്നത് അവിടെ തർക്കമാണല്ലോ, തർക്കം മൂക്കട്ടെ. ഒപ്പം തന്നെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ വികസനം കൊണ്ടുവന്നിട്ടുള്ള ഒരു മണ്ഡലം കുട്ടനാടാണ്. കുട്ടനാട് പാക്കേജ് അടക്കമുള്ള പല പദ്ധതികളോടെ കൊണ്ടുവന്നു. പക്ഷേ ഇത് ഏകോപിപ്പിക്കാൻ അവിടുത്തെ സ്ഥലം MLA ആയ തോമസ് കെ തോമസിന് കഴിയുന്നില്ല. ഒപ്പം തന്നെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം തർക്കത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിമർശനമുണ്ട്. നേരത്തെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തകഴി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ളൊരു പ്രതിനിധി പറഞ്ഞത് തോമസ് കെ തോമസ് ഈ കരാറുകാരിൽ നിന്നും കമ്മീഷനായി പണം വാങ്ങുന്നുണ്ട്, അങ്ങനെയുള്ളൊരു കച്ചവടക്കാരൻ ഇനി ചുമക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയിട്ടുള്ള വിമർശനം ഉണ്ടായി. അതിന് മറുപടിയായി CPMന്റെ ജില്ലാ സെക്രട്ടറി ആർ നാസർ അന്ന് പറഞ്ഞത്, അതായത് ഒരു മാസം മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞത്, ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. കുട്ടനാട്ടിൽ NCP എന്ന പാർട്ടിയെ വിജയിപ്പിക്കുന്നത് പോലും CPIM ആണ്. അതുകൊണ്ട് ഈ NCPയുടെ സീറ്റ്, കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വരുന്ന CPM യോഗങ്ങളിലൊക്കെ തന്നെ ഒരു അജണ്ടയാക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തോട് സമീപനത്തോട് ഉള്ള നിലപാട് അന്നേരം അറിയിച്ചില്ല. പക്ഷേ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉറച്ചു നിൽക്കുകയാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരായ അതിരൂക്ഷമായ വിമർശനം. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.